ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മളെ വീട്ടിൽ നോമ്പ് തുറയാണ് കേട്ടോ. അങ്ങനെ ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ ഉന്നക്കായും കട്ട്ലേറ്റ് സമൂസാണ് നമ്മൾ മെയിനായിട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചത്. അങ്ങനെ കട്ട്ലേറ്റിൻ്റെ പണിയിലാണ് കേട്ടോ. അത് കഴിഞ്ഞ് മക്കൾ രണ്ടുപേരും മുറ്റത്ത് കളിക്കുകയാണ്. അപ്പോൾ ഓരോ ഒന്ന് വീഡിയോ എടുത്ത്, പിന്നെ ഉമ്മ പത്തിരി പരുത്താണ് സമൂസയിലേക്കുള്ളത്. അങ്ങനെ സമൂസ പത്തിരി പരുത്തുന്നുമുണ്ട്, സമൂസ റെഡിയാക്കുന്നുമുണ്ട്. ഇത് മൂത്തച്ചിയാണ്, രണ്ടാമത്തെ മൂത്തച്ചിയാണ് കേട്ടോ. ഫസ്റ്റത്തെ മൂത്തച്ചി ഇതാ ഉന്നക്കായിലേക്കുള്ള പഴം റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഇത് രണ്ട് മൂത്തച്ഛൻ്റെ 4 മക്കളാണ്. സമൂസ റെഡിയായി. ഇനി അടുത്ത ഉന്നക്കായിലേക്കുള്ള പഴം ഇതാ ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. അത് മൂത്തച്ചിപ്പം മിക്സിയിൽ ഇട്ടിട്ട് അടിക്കുകയാണ്. താണ് എൻ്റെ മോള്. 2 മൂത്തച്ഛനും കൂടി ഇപ്പോൾ ഇതാ ഉന്നക്കായി എല്ലാം കൂടെ ഉന്നബോളാക്കിക്കൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് ഉമ്മൻ്റെ ആങ്ങളാണ് ഇത്, മാമനാണ് ഇന്ന് ഫുഡ് ഉണ്ടാക്കുന്നത്. പിന്നെ മാമൻ്റെ ഭാര്യയും മരുമോളാണ് വരുന്നത്. അടുത്തത് എൻ്റെ നാത്തൂൻ നാഹിദാണ്. അത് കഴിഞ്ഞ് വരുന്നത് എൻ്റെ വേറൊരു മാമൻ്റെ പെണ്ണുങ്ങളാണ്. ഇതാണ് മൂത്തച്ഛന്, രണ്ടാമത്തെ മൂത്തച്ഛന്. മൂപ്പരോട് ഞാൻ പറഞ്ഞു ഒന്ന് വത്തക്ക ഒന്നിങ്ങനെ ഇട്ട് തരി, നമുക്ക് മുഹബത്ത് കാ സർബത്തിൻ്റെ വീഡിയോ എടുക്കാമെന്ന്. അങ്ങനെ എടുത്തതാണ് കേട്ടോ അത്. അങ്ങനെ മുഹബത്ത് കാ സർബത്ത് റെഡിയായി. അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ സമൂസൊക്കെ പൊരിക്കുകയാണ്. അങ്ങനെ ഞാൻ സമൂസ പൊരിക്കുകയാണ്. നമ്മൾ മെയിനായിട്ടുള്ള സാധനമാണല്ലോ സമൂസ. അതെന്തായാലും ഇല്ലാത്തൊരു പരിപാടി എന്തായാലും നോമ്പ് തുറക്കുണ്ടാവില്ല. അത് റെഡിയായി. ഉന്നബോൾ റെഡിയായി. അത് കഴിഞ്ഞ് നാത്തൂന് കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. അപ്പോൾ ഓൾ പറഞ്ഞ് ഞാൻ ഒന്ന് സഹായിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതിക്ക് കൊണ്ടുപോയി തന്നാൾ മേശമ വെച്ചിട്ടാണല്ലോ ഇത് ചെയ്യുന്നത്. പിന്നെ ഇതാ മൂത്തച്ചി വെള്ളം കലക്കാണ്. വെള്ളം ഇതാ കലക്കിക്കൊണ്ടിരിക്കുന്നു. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഇതാണ് മാമന് ഇതാ കറിയൊക്കെ റെഡിയാക്കി കഴിഞ്ഞു. ഈ വരുന്ന ആളുണ്ടല്ലോ അതാട്ടോ എൻ്റെ കെട്ടിയോന്. ഇത് പിന്നെ അപ്പുറം 2 മുത്തച്ഛന്മാരാണ്. ഇത് 2 എൻ്റെ ഇളയച്ചന്മാരാട്ടോ. അവർ എന്തോ പറഞ്ഞിരിക്കുന്നുണ്ട്. പിന്നെ ബാങ്ക് കൊടുക്കാനുള്ള ടൈമായി. എല്ലാ ഭക്ഷണവും റെഡി ആയിട്ട് ഇതാ മേശമേൽ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ബാങ്ക് കൊടുക്കാൻ നേരത്ത് താഴേക്ക് ഇറക്കാൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ താഴത്ത് എല്ലാവർക്കും ഇരിക്കാൻ വേണ്ടിയിട്ട് പായൊക്കെ പിരിച്ച് ഇതാ താഴത്ത് എല്ലാ ഫുഡും വെക്കാണ്. ഹസ്ബൻഡിൻ്റെ വീട്ടിലായതുകൊണ്ട് എൻ്റെ വീട്ടിലത്തോരുണ്ട് കേട്ടോ. എൻ്റെ ഉമ്മ, ഉപ്പ, അനിയത്തി, അനിയനൊക്കെ ഉണ്ട്. പിന്നെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയും. അപ്പോൾ ഇരിക്കുന്ന ആളുണ്ടല്ലോ 20 നോമ്പും പിടിച്ചിട്ട് നല്ല ക്ഷീണം പറ്റിയിട്ടുണ്ട്. പിന്നെ നേരത്തെ കൊഴിഞ്ഞ് വന്നിരിക്കുകയാണ് കേട്ടോ പാവം. എന്താ മാഷാ അല്ലാ ബാങ്ക് കൊടുത്ത് എല്ലാവരും നോമ്പ് തുറക്കുകയാണ്. ഇതാണ് എൻ്റെ ഫസ്റ്റത്തെ മൂത്തച്ചി. നേരത്തെ ഫേസ് കണ്ടിട്ടില്ലല്ലോ. ഇത് നടുവിരിക്കുന്ന എൻ്റെ ഉമ്മയാണ്. എൻ്റെ അനിയനുണ്ട്, ഒരു അമ്മായി ഉണ്ട്. കഴിഞ്ഞ് നമ്മൾ വലിയ ഫുഡെന്ന് പറയാൻ ഇതാ പൊറാട്ട, നെയ്ച്ചോറ്, നൂൽപുട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ ബൈ. നല്ല ക്ഷീണമുണ്ട്, ഒന്ന് കിടന്നുറങ്ങട്ടെ. ബൈ.